ഹായ് ഗൈസ്, അപ്പം എന്താ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഫ്രൈഡേ ബാങ്ക് അവധി ബെൻസിർക്കൊക്കെ പോകണ്ടല്ലോ. അപ്പോൾ അവധി ദിവസങ്ങളിൽ ഞങ്ങളിങ്ങനെ പ്രകൃതിയോട് ഇണങ്ങിയാണ് ജീവിക്കുന്നത് കേട്ടോ. അല്ലാത്ത ദിവസങ്ങളിലും പ്രകൃതിയോട് ഇണങ്ങി തന്നെയാണ്. എന്നാലും അവധി ദിവസങ്ങളിൽ കുറച്ചൊന്ന് കൂടുതലായിട്ട് പ്രകൃതിയെ സ്നേഹിക്കും. അപ്പോൾ ഇതാ മോന് നിലത്ത് വീണ് പോയ കുരുമുളകൊക്കെ പറിക്കണം കേട്ടോ. ഒരുപാട് വീണ് പോയി കേട്ടോ. ബെൻസിർക്ക് ഒരു 3 മൂട് കയറി പറിച്ചു കേട്ടോ. അപ്പോഴത്തേക്കും തളർന്നു. പിന്നെ ഇത് കണ്ടോ, നമ്മുടെ NH ഇരിക്കുന്ന രേവതി ഓഡിറ്റോറിയമാണ് കേട്ടോ. ആ വണ്ടികളൊക്കെ പോകുന്നത് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. പിന്നെന്താ, പിന്നെ ഞങ്ങൾ കുറച്ച് നമ്മുടെ ഈ വരാലില്ലേ, ബ്രാൽ ആ മീനെ കിട്ടിയായിരുന്നേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫിഷ് ടാങ്കൊക്കെ സെറ്റ് ചെയ്യണ പരിപാടികളായിരുന്നു. പിന്നീട് ഒരു ഫ്രിഡ്ജ്, ഓൾഡ് ഫ്രിഡ്ജ് 1-1.5 വർഷം മുമ്പ് എടുത്തു വെച്ചിരുന്നതാട്ടോ. നമ്മുടെ ഇതൊക്കെ വെച്ചിട്ട് സീലൊക്കെ ചെയ്ത് അടച്ച് അങ്ങനെ വെച്ചിരുന്നതാട്ടോ. പക്ഷേ സമയം കിട്ടിയില്ലായിരുന്നേ. അങ്ങനെ പിന്നെ കുരുമുളകിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് അത്യാവശ്യം 3 മൂടുന്ന ചെറിയ മൂടുന്നാണ് പറിച്ചത് കേട്ടോ. അത്യാവശ്യം കുറച്ച് കുരുമുളകൊക്കെ കിട്ടി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ ഫിഷ് ടാങ്ക് സെറ്റ് ചെയ്യലായിരുന്നു പരിപാടി. എൻ്റെ ചക്കയൊക്കെ വീണ് തുടങ്ങി കേട്ടോ. ചക്ക ഇഷ്ടംപോലെ ചക്ക വീഴും കേട്ടോ. 2-3 പ്ലാവുണ്ട് ഇഷ്ടം പോലെ. കുരുമുളകെല്ലാം പഴുത്തതും മോൻ പറിച്ച് ഉണങ്ങിയതും ഒക്കെയാണത്, നല്ല ഉണങ്ങിയത്. അതിനെ ഞാൻ പ്രത്യേകം മാറ്റിയിട്ട് ഒരു ഉണക്കും കൂടെ ഉണക്കി പൊടിച്ചെടുക്കാറാണ് പതിവ്. വീഴുന്നത് ഞങ്ങളിങ്ങനെ പറക്കാറുണ്ട് കേട്ടോ. കുരുമുളകൊക്കെ എന്താ വില. അപ്പം മോന് കളർ ഫിഷും കൂടെ 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ ചെറിയ ബൗളിൽ 2 എണ്ണം ഇടാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഫാനിൻ്റെ നേരെ കീഴിൽ വയ്ക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു വാങ്ങിച്ചിടുന്നതൊക്കെ മരിച്ചു പോകുന്നുണ്ട് കേട്ടോ. പിന്നെ അവൻ്റെ ഇഷ്ടത്തിന് 2 എണ്ണം കൂടി വാങ്ങിച്ചു. ഇത് ബ്രാലാണ് കേട്ടോ. ഇതിനകത്ത് ഒരു 7 ബ്രാലുണ്ട് കേട്ടോ. അപ്പോൾ അതിനെ സെറ്റ് ചെയ്തു. ആൾ സന്തോഷത്തോടെ നോക്കി നിൽക്കുക. ഇത് വലുതായിട്ട് വേണം പൊരിച്ച് തിന്നാൻ. ഈ വരാൽ കറി വെക്കുന്ന വരാൽ കറി ഭയങ്കര ടേസ്റ്റാണ്. മുളകരച്ച് വരാൽ കറി വെക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഇതുവരെ വരാലിൻ്റെ കറി കഴിച്ചിട്ടില്ല കേട്ടോ. യവന്മാർ വലുതായിട്ട് വേണം കശാപ്പ് ചെയ്യാൻ. എല്ലാവരെയും വലുതായി കിട്ടുമെന്നൊന്നും അറിയില്ല കേട്ടോ. കുറച്ച് കല്ല് മെറ്റൽസ് ഒക്കെ ഇടാമെന്ന് വിചാരിച്ചപ്പോൾ ചുറ്റും പരിസരത്ത് തന്നെ ഈ കല്ലുകളൊക്കെ ഇല്ലേ, ചല്ലിക്കല്ലും മെറ്റൽ കല്ലൊക്കെ കുറച്ച് കിടന്നായിരുന്നു. പിന്നെ നല്ല ഉരുണ്ട ഷേപ്പുള്ള കല്ലുകളും മിനുസമുള്ള കല്ലുകളൊക്കെ കിട്ടിയായിരുന്നു. അപ്പം ഞങ്ങൾ അതൊക്കെ പിറക്കി ഞാനും ബെൻസിൽക്കായും കൂടി അത് കഴുകി അങ്ങനെ കുറച്ച് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. ഒരു ചെറിയൊരു ഭംഗിയൊക്കെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ ലാസ്റ്റ് ലുക്ക് ഇതാണ്. ഇത് ഒരു ടാങ്കിൽ 7 എണ്ണം. ഇത് വലുതാകുമ്പോഴത്തേക്ക് അതിന് സ്പേസ് കിട്ടില്ല. അതുകൊണ്ട് മാക്സിമം 7 എണ്ണം ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായിട്ട്